പൃഥ്വിരാജ് ആരാധകരും അതോടൊപ്പം തന്നെ എമ്പുരാൻ ആരാധകരും അതോടൊപ്പം ചില ഇടതുപക്ഷ ജിഹാദി ഗ്രൂപ്പുകളും അടിയന്തരമായി തന്നെ പൃഥ്വിരാജിന് വേണ്ടി സേവ് പൃഥ്വിരാജ് ഹാഷ്ടാഗുകൾ തുടങ്ങാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. കാരണം എല്ലാ പ്രശ്നങ്ങളിലും ഇപ്പോൾ അവസാന വാക്കായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജ്. എന്ത് തെമ്മാടിത്തനം ഉണ്ടെങ്കിലും, എന്ത് പണവുമായി ബന്ധപ്പെട്ട എന്ത് തട്ടിപ്പുണ്ടെങ്കിലും അവസാനം എത്തി നിൽക്കുന്നത് പൃഥ്വിരാജാണ്. പക്ഷെ അദ്ദേഹം ഘോരം പ്രസംഗിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. പണ്ട് നാം കണ്ടല്ലോ, എമ്പുരാനുമായി ബന്ധപ്പെട്ട് എപ്പോഴും വലിയ പ്രഖ്യാപനങ്ങളും വലിയ വെല്ലുവിളികളും നടത്തുന്ന പൃഥ്വിരാജ് അവസാനം കരഞ്ഞ് നിലവിളിച്ച് അമ്മയെ പുറത്തിറക്കി വിട്ട് അമ്മ കരയുന്നത് കണ്ടല്ലോ. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഒരു ഇഡി റെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷന്റെ ഫലമായാണ് ഇഡി രാജ്യവ്യാപകമായി ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തുന്നത്. ഇതിന്റെ അർത്ഥം ഓപ്പറേഷൻ വാഹനം എന്നാണ്. മുൻപും ഇത്തരത്തിൽ പല തട്ടിപ്പുകളിലും ആദായ നികുതി വകുപ്പിന്റെ പല തട്ടിപ്പുകളും ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്നതും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് വരുന്നതെല്ലാം പതിവാണ്. ഇപ്പോൾ മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഭൂട്ടാനിൽ നിന്നും അവിടെ വ്യാജമായി അഡ്രസ്സ് നിർമ്മിച്ച് ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന, ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ഒരു ടീമുണ്ട്. ഈ ടീമിനെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു അന്വേഷണത്തിന്റെ ഫലമായാണ് ദുൽഖർ സൽമാനും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ വീട്ടിൽ അടക്കം 30 ഇടങ്ങളിലാണ്, കേരളത്തിന്റെ വിവിധ 30 ഇടങ്ങളിലാണ് ഈ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇതിൽ പല നിർണായകമായ വിവരങ്ങളും കോഴിക്കോട് നിന്നും തിരുവനന്തപുരം, മലപ്പുറം അടക്കമുള്ള വിവിധ ജില്ലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൃഥ്വിരാജാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹം കൃത്യമായ പ്രഖ്യാപനങ്ങൾ നടത്തും, പല മനുഷ്യത്വപരമായ നീക്കങ്ങൾ നടത്തും. സേവ് ലക്ഷദ്വീപ് അടക്കമുള്ള ഗാസയ്ക്ക് വേണ്ടി അദ്ദേഹം കരയും. പക്ഷെ ചില കാഴ്ചകൾ കാണുമ്പോൾ അദ്ദേഹം കണ്ണടയ്ക്കും. നാം ഒരാളെ എതിർക്കുമ്പോൾ നാം അത് കൃത്യമായി ജീവിക്കാൻ ശ്രമിക്കണ്ടേ? അതിന് ഇദ്ദേഹത്തിന് കഴിയില്ല. ഇദ്ദേഹം പല തെമ്മാടിത്തരങ്ങൾ കാണിക്കും. അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് കരയും. പക്ഷെ ഇദ്ദേഹത്തിന്റെ മകൾ പഠിക്കുന്നതോ അങ്ങ് അദാനിയുടെ സ്കൂളിലാണ്, മഹാരാഷ്ട്രയിൽ. അതോടൊപ്പം തന്നെ ഇത്തരം സേവ് ലക്ഷദ്വീപിന് വേണ്ടി കരയും. പക്ഷെ കേരളത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അദ്ദേഹം മൗനം പാലിക്കും. ഗാസയ്ക്ക് വേണ്ടി കരയും. പക്ഷെ ബംഗ്ലാദേശിൽ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രശ്നം വരുമ്പോൾ ഇദ്ദേഹത്തെ കാണില്ല, പൃഥ്വിരാജിനെ കാണില്ല. എന്തായാലും അത്തരത്തിൽ കുറച്ചു പേർ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ ഇത്തരം തെറ്റുകളും അതോടൊപ്പം തന്നെ പല രീതിയിൽ പണം ഉണ്ടാക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആരെയെങ്കിലും പ്രീണിപ്പിച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക. ഇവർ എന്താ പാവപ്പെട്ടവരാണോ? കോടാനുകോടി സ്വത്തുക്കളുള്ള ഇവർ എന്തിനാണ് ഇനിയും പണം ആഗ്രഹിക്കുന്നത്? ഇവർ പണം ആഗ്രഹിച്ച് എന്തിനാണ് നമ്മുടെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇവർക്ക് ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിവുള്ള യുവാക്കളെയാണല്ലോ. യുവാക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കാണല്ലോ ഇവരുടെ ഓരോ നീക്കങ്ങളും. നാം എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഇത്തരം നീക്കങ്ങൾ കണ്ടിട്ടില്ലേ? ചില വിഭാഗങ്ങളെ താറടിച്ച് കാണിക്കുകയും കള്ളച്ചരിത്രങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, അത് വാര്യംകുന്നൻ മുതൽ ഇദ്ദേഹം ആരംഭിച്ചതാണല്ലോ. ഇദ്ദേഹം വാര്യംകുന്നന് വേണ്ടി വലിയ രീതിയിൽ അന്ന് രംഗത്ത് വന്നല്ലോ അഭിനയിക്കാനായി. പിന്നീട് ആ സിനിമ പെട്ടിയിലാകുന്നത് നാം കണ്ടിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുകയും ഇദ്ദേഹത്തെ കുപ്പിയിലാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം ഇപ്പോൾ പുതിയ ട്രെൻഡാണല്ലോ, ഇദ്ദേഹം ഇത്തരം നീക്കങ്ങളുമായി വരും. അതിനെതിരെ വിമർശനം വരുമ്പോൾ അമ്മ ഇറങ്ങി എന്റെ മകനെ വേട്ടയാടുകയാണ്, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങൾ ഒറ്റപ്പെടുകയാണ്, അവനോടൊപ്പം നിന്നവർ അവനെ ചതിക്കുകയാണെന്ന ഒരു നിലവിളിയുമായി വരും. അതെന്തായാലും ശരിയായ രീതിയല്ല. കാരണം അദ്ദേഹം തന്റെ അടുത്തോടെ നിന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കണം. എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഇത്രയും നാളായി അദ്ദേഹം വാ തുറന്നിട്ടുണ്ടോ? മാപ്പ് പറഞ്ഞ് പിന്മാറിയതല്ലാതെ. അങ്ങനെ നട്ടലുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പൃഥ്വിരാജ് അത്തരം പ്രസ്ഥാനങ്ങളുമായി രംഗത്ത് വരണം. നാം സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെ പല വിമർശനങ്ങളും ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാവാൻ ശരിയാകാം, ചിലവർക്ക് അത് വേദനിക്കും, ചിലവർ അതിനെ പിന്തുണയ്ക്കും. പക്ഷെ അതിലൊരു ക്ലിയർ ഉണ്ടാകുമല്ലോ. ഏറ്റവും അവസാനം മാപ്പ് പറയാം. അദ്ദേഹം തന്നെ ഏറ്റവും അവസാനം നമുക്കറിയാം, കല്ലിങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട് ഒരു വൃദ്ധന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന് ആ അപേക്ഷ വാങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം കൈപ്പിഴയാണെന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം പറയുകയാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ആരെങ്കിലും ഇതിനെതിരെ രംഗത്ത് വരികയാണെങ്കിൽ എനിക്ക് മാറാൻ കഴിയില്ല.
അതുപോലെ പൃഥ്വിരാജും തുറന്നു പറയണം, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇത്തരക്കാരോടാണ് എൻ്റെ പരിചയവും എൻ്റെ സ്നേഹവുമെല്ലാം, അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയും പ്രവർത്തനങ്ങളും ഇങ്ങനെ ആയിരിക്കുമെന്ന് എന്തുകൊണ്ട് പൃഥ്വിരാജിന് തുറന്നു പറയാൻ കഴിയുന്നില്ല? അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല? അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് വലിയ രീതിയിൽ വിമർശനമുണ്ട്, പക്ഷെ അവരെ വിമർശിക്കാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയക്കാരെ വിമർശിക്കാം, ചലച്ചിത്ര മേഖലയിലുള്ളവരെ വിമർശിക്കാം. ഈ കുടുംബപരമായി വീട്ടിലുള്ളവരെ അപമാനിക്കുന്നതെല്ലാം രാഹുൽ ഗാന്ധിയുടെ രീതിയാണല്ലോ. നരേന്ദ്രമോദിയുടെ അമ്മയെ തെറി വിളിക്കുക, അത്തരം രീതികൾ ഇപ്പോൾ തുടർച്ചയായി തന്നെ പിന്തുടരുന്നത് കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയുമാണ്. അത്തരത്തിലേക്ക് തരം താഴാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് പൃഥ്വിരാജിന് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പൃഥ്വിരാജിനെ പൂട്ടാൻ എന്തായാലും ഇഡിക്ക് കഴിയും, ആദായ വകുപ്പിന് കഴിയും. ഇനി എന്തായിരിക്കും ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവന? അതോ പഴയതുപോലെ തന്നെ എമ്പുരാൻ സമയത്ത് നാം കണ്ടതുപോലെ തന്നെ മാളത്തിൽ ഒളിക്കുകയും അമ്മയെ പുറത്തിറക്കി ഇഡിക്കെതിരെ രംഗത്ത് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ? അദ്ദേഹത്തിന്റെ അമ്മ ഇറങ്ങി പറയും, എന്റെ മകനെ മോദി സർക്കാർ വേട്ടയാടുകയാണ്, ഫാസിസ്റ്റുകൾ വേട്ടയാടുകയാണ്, നിങ്ങൾ കണ്ടുപഠിക്കണം, പിണറായി വിജയനെ കണ്ടുപഠിക്കണമെന്ന് അന്ന് പറഞ്ഞല്ലോ. പിണറായി വീണ്ടും വരണം, നട്ടലുള്ള മുഖ്യമന്ത്രിയാണ്. അത് ചിലപ്പോൾ സിനിമ പിണറായി വിജയൻ ഉടനെ തന്നെ കരുത്താകും. അദ്ദേഹം ഉടൻ തന്നെ അടുത്ത പൃഥ്വിരാജിന്റെ സിനിമ കാണാനായി ആദ്യ ഷോയ്ക്ക് തന്നെ ടിക്കറ്റ് എടുക്കും. അത് എമ്പുരാൻ സമയത്ത് നാം കണ്ടല്ലോ. കുടുംബങ്ങളുമായി, അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുമായി ചേർന്ന് അദ്ദേഹം ഓടിയെത്തുകയാണ്. രാത്രി തന്നെ ഓടി ട്രിവാൻഡ്രം മാളിലെത്തി, അവിടെ ലുലു മാളിലെത്തി സിനിമ കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷെ ഇത് കൃത്യമാണ്, പൃഥ്വിരാജിനെതിരെ തുടർച്ചയായി തന്നെ ഇത്തരം ആദായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയിൽ തന്നെ ഉണ്ട്. പലരും വിമർശിക്കുന്നത് പോലെ മട്ടാഞ്ചേരി മാഫിയയുടെ നേതൃത്വത്തിൽ കൃത്യമായി ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. അത് മഞ്ഞുമ്മൽ ബോയ്സ് ആയാലും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ചില ചിത്രങ്ങളായാലും ചിലർ പ്രൊഡ്യൂസർമാർ തന്നെ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 100 കോടി 200 കോടി 300 കോടി എത്തുന്നതെല്ലാം വ്യാജമാണ്. കൃത്യമായി ഈ സിനിമകൾ വിജയിക്കാത്ത സിനിമകളെ പോലും കള്ളപ്പണം വെളുപ്പിക്കാനായി കോടാനുകോടി രൂപകൾ ലഭിച്ചു എന്ന് കാണിച്ച് വലിയ തട്ടിപ്പ് നടത്തുന്നതായും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ആൾക്കാർ തന്നെ തുറന്നു പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ഈ നടന്മാർ രംഗത്ത് വരണം. അതെല്ലാം തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ സിനിമകൾ വലിയ രീതിയിൽ വിജയം കൊയ്യുന്നു എന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടല്ലോ, ഓരോ വർഷവും ഇറങ്ങുന്നത്. മലയാളം ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. അവിടെ ഇപ്പോൾ തമിഴ്നാട് പോലെ വിജയുടെ പടം പോലെ ആദ്യ ദിവസം തന്നെ 10ഉം 20ഉം കോടി, ഈ വിജയുടെ മുഖം കണ്ടാൽ തന്നെ 100 കോടി, അങ്ങനെയൊന്നും ലഭിക്കുന്ന നടന്മാർ കേരളത്തിലില്ല, അങ്ങനെ ലഭിക്കുകയുമില്ല. ജനസംഖ്യാപരമായി ആകെ ഉള്ളത് 3.5 കോടി ജനങ്ങളാണല്ലോ. അതിൽ എത്ര പേർ സിനിമ കാണാൻ കയറും? പ്രത്യേകിച്ച് മുൻകാലങ്ങളിലെല്ലാം ഓരോ പഞ്ചായത്തുകളിലും തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞ് ഇടക്കാലത്ത് അത് പൂർണ്ണമായി ഇല്ലാതായി. പിന്നീടാണ് ഇപ്പോൾ ഒരു 3-4 വർഷത്തിനിടയ്ക്കാണ് പല ഇടങ്ങളിലും തിയേറ്ററുകൾ വീണ്ടും വ്യവസായം ഉയർന്നു വരുന്നത്. പക്ഷെ മുതിർന്നവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവരുടെ എല്ലാം കാലത്ത് ചിലപ്പോൾ വീടിന് ചുറ്റും 3ഉം 4ഉം തിയേറ്റർ ഉണ്ടായിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെ നിന്നെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ അന്വേഷണം തന്നെ ഇപ്പോൾ നടക്കണം. എന്തായാലും പൃഥ്വിരാജ് എന്ന മുഖം മൂടി അണിഞ്ഞ ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം എല്ലാം ശരി വിളിച്ചു പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ശരികളൊന്നും കാണാത്ത ഒരു അവസ്ഥയുണ്ട്. അതിനെ എന്തായാലും ഇഡിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വാസം.